അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ 6ാം പാഠം അൽ അദ്ലു വല്ലുൽമു എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അർത്ഥവും തദ്രീബാത്തും സ്ക്രീനിൽ നോക്കി തന്നെ പഠിക്കാവുന്ന രീതിയിലാണ് വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. വളുഉ ഷൈഇ, ഒരു വസ്തുവിനെ വെക്കുക, ഫി മഹല്ലിഹി, അതിൻ്റെ സ്ഥലത്ത്, അതിലുൻ, നീതിയാണ്. നീതി എന്നാൽ ഒരു വസ്തുവിനെ അതിൻ്റെ സ്ഥലത്ത് വെക്കലാണ്. എന്നാൽ വളുഉഹു, ഒരു വസ്തുവിനെ വെക്കുക, ഫി ഗൈരി മഹല്ലിഹി, അതിൻ്റേതല്ലാത്ത സ്ഥലത്ത്, ളുൽമുൻ, അത് അക്രമമാണ്. നീതി എന്നാൽ ഒരു വസ്തു അതിൻ്റെ സ്ഥാനത്ത് വെക്കുക. അക്രമം എന്നാലോ ഒരു വസ്തുവിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുക. ഫൽ ഇബാദത്തു, അപ്പോൾ ആരാധന, ലി ഗൈരി മുസ്തഹിഖിഹാ, അതിന് അർഹരല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ളത് ളുൽമുൻ, അക്രമമാണ്. ഇന്ന ശിർക, തീർച്ചയായും ഷിർക്ക് എന്നത് ലളുൽമുൻ അലീം, വലിയ അക്രമമാണ്. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, യഅ്മുറു, കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതി കൊണ്ട്, വൽ ഇഹ്സാനി, നന്മ കൊണ്ട്, വയൻഹാ, വെടിയുന്നു, നിരോധിക്കുന്നു, അനിൽ ളുലുമി, അക്രമത്തെയും, വൽ ഇസാഅത്തി, ഉപദ്രവത്തെയും. അള്ളാഹു നീതി കൊണ്ടും നന്മ കൊണ്ടും കൽപ്പിക്കുന്നു, അക്രമത്തെയും ഉപദ്രവത്തെയും നിരോധിക്കുന്നു. വഫിൽ ഹദീസിൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസിലുണ്ട്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു, തീർച്ചയായും ഞാൻ ഹറാമാക്കി, അൽദുൽമ, അക്രമത്തെ, അലാ നഫ്സി, എൻ്റെ മേൽ, വജഅൽതുഹു, ഞാൻ അതിനെ ആക്കി, മുഹറമൻ, ഹറാമ്, ബൈനക്കും, നിങ്ങൾക്കിടയിൽ, ഫലാ തദ്ലിമു, അതിനാൽ നിങ്ങൾ അക്രമം ചെയ്യരുത്. വൽ ഇസ്ലാമു, ഇസ്ലാമ്, യഉമുറു, കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതി കൊണ്ട്, മഅ ജമീഇൻ നാസ്, മുഴുവൻ ജനങ്ങളോടും ഇസ്ലാം നീതി കൊണ്ട് കൽപ്പിക്കുന്നു. വറജുലു, പുരുഷൻ, യഅ്ദിലു, നീതി കാണിക്കണം, ലി സൗജതിഹി, അവന്റെ ഭാര്യയോട്, വൽ മർഅതു, സ്ത്രീ, തഅ്ദിലു, അവൾ നീതി കാണിക്കണം, ലി സൗജിഹാ, അവളുടെ ഭർത്താവിനോട്. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും നീതി കാണിക്കണം. അതിനുള്ള തെളിവാണ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വലഹുന്ന, അവർക്ക് അവകാശങ്ങളുണ്ട്. ആർക്ക്? സ്ത്രീകൾക്ക്. മിസ്ലുല്ലദി അലൈഹിന്ന, അവരുടെ മേൽ ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളുണ്ട്. ബിൽ മഅറൂഫി, ഉർഫൻ എന്ന നിലയ്ക്ക്, നാട്ടു നടപ്പനുസരിച്ച്. എന്തുണ്ട്? അവർക്ക് വെറും ബാധ്യതകൾ മാത്രമല്ല ഉള്ളത്, അവർക്ക് ന്യായമായ അവകാശങ്ങളും ഉണ്ട്. വൽ വാലിദു, പിതാവ്, യഅ്ദിലു, നീതി കാണിക്കണം, ബൈനൽ ഔലാദി, മക്കൾക്കിടയിൽ. മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിനുള്ള തെളിവാണ് നബി തങ്ങൾ പറഞ്ഞു. ഖാല, പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, യഅ്ദിലു, നിങ്ങൾ നീതി കാണിക്കുക, ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ, ഫിന്നുഹ്ലി, ദാനം ചെയ്യുന്ന കാര്യത്തിൽ. ഇനി വത്താജിറു, കച്ചവടക്കാരൻ, യഅ്ദിലു, നീതി കാണിക്കണം, ലിമൻ, ഒരുത്തനോട്, യശ്തരി മിൻഹു, അവനിൽ നിന്ന് വാങ്ങുന്നവനോട്. കച്ചവടക്കാരൻ കസ്റ്റമറോട് എന്ത് ചെയ്യണം? നീതി കാണിക്കണം. കാലത്ത് അലനി, അതിനുള്ള തെളിവാണ്. കച്ചവടക്കാരൻ വാങ്ങുന്ന ആളോട് നീതി കാണിക്കണം എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള തെളിവാണ്. കാലത്ത് ആല, അള്ളാഹു പറഞ്ഞു, വഔഫു, നിങ്ങൾ പൂർത്തിയാക്കുക, അൽ കൈല, അളവിനെ, ഇതാ കിൽത്തും, നിങ്ങൾ അളന്നാൽ, നിങ്ങൾ അളക്കുകയാണെങ്കിൽ അളവിനെ പൂർത്തിയാക്കി കൊടുക്കുക. വസിനു, നിങ്ങൾ തൂക്കി കൊടുക്കുക, ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരായ ത്രാസ് കൊണ്ട്. നേരായ ത്രാസ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ തൂക്കിക്കൊടുക്കണം. അളക്കുകയാണെങ്കിലോ അളവിനെ പൂർത്തീകരിച്ചു കൊടുക്കണം. ഇനി വറാഇ, ഭരണാധികാരി, യഅ്ദിലു, നീതി കാണിക്കണം, ലിറഇയത്തി, ജനങ്ങളോട്, ഭരണീയരോട്. ഭരണാധികാരി അവിടെയുള്ള ജനങ്ങളോട് നീതി കാണിക്കണം.
വഖദ് അദ്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എണ്ണി. ഭരണാധികാരി ഭരണീയരോട് ജനങ്ങളോട് നീതി കാണിക്കണമെന്ന് പറഞ്ഞല്ലോ, അതിനുള്ള തെളിവാണ് നബി തങ്ങൾ എണ്ണി അൽ ഇമാം അൽ ആദില, നീതിമാനായ ഭരണാധികാരിയെ, മിൻ അഹ്ലി ദില്ലിൽ അർശി, അർഷിന്റെ തണൽ കിട്ടുന്ന ആളുകളിൽ പെട്ടവനാണെന്ന് നബി തങ്ങൾ എണ്ണി. അർഷിന്റെ തണൽ 7 വിഭാഗം ആളുകൾക്കാ കിട്ടുക. അതിൽ ഒന്നാമതായി നബി തങ്ങൾ എണ്ണിയത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി എന്നാണ്. വലൈസ ലി ളാലിമിൻ, അക്രമിക്കില്ല. മഹബ്ബത്തുള്ള, അള്ളാഹുവിന്റെ ഇഷ്ടം ഇല്ല. ഖാല അല്ലാഹു തആല, ഇനി അതിനുള്ള തെളിവാ പറയുന്നത്. ഇന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലാലിമീന, അക്രമികളെ. വലൈസ, ഇല്ല, ലഹു, അവൻക്ക്, അതായത് അക്രമിക്ക്, ഫലാഹുൻ, വിജയം. ഇന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു, ലാ യുഫ്ലിഹു, വിജയിപ്പിക്കുകയില്ല, അല്ലാലിമൂൻ, അക്രമികളെ. ഇനി വല്ലുൽമു, അക്രമം, യജ്അലു, ആക്കും, അല്ലാലിമ, അക്രമിയെ, അക്രമം അക്രമിയെ ആക്കും. എന്ത്? മുഫ്ലിസൻ, പാപ്പരൻ, പരമദരിദ്രൻ, യൗമൽ ഖിയാമ, ഖിയാമ നാളിലെന്ന്. ഇനി നമുക്ക് ഈ പാഠത്തിലെ തെദിരീബാത്തുകളൊന്ന് നോക്കാം. നുഅരിഫു, നമുക്ക് പരിചയപ്പെടാം. അല്ലുൽമു, അക്രമം. എന്താണ് അക്രമം? വളുഉ ശൈഇ, ഒരു വസ്തുവിനെ വെക്കലാണ്, ഫി ഗൈരി മഹല്ലിഹി, അതിൻ്റെതല്ലാത്ത സ്ഥാനത്ത്, ഒരു വസ്തുവിനെ ആ സ്ഥാനത്ത് വെക്കലാണ് അക്രമം. രണ്ടാമത് അൽ അദ്ലു, നീതി. എന്താണ് നീതി? വളുഉ ശൈഇ, ഒരു വസ്തുവിനെ വെക്കലാണ്, ഫി മഹല്ലിഹി, അതിൻ്റെ സ്ഥലത്ത് തന്നെ. നൂരിദു ദലീല, നമുക്ക് തെളിവെഴുതാം. അലാമായ, താഴെയുള്ളവർക്ക് തെളിവെഴുതാനാണ്. അർറജുലു, പുരുഷൻ, യഅ്ദിലു, നീതി കാണിക്കണം, ലി സൗജതിഹി, അവന്റെ ഭാര്യയോട്. അതിന്റെ തെളിവെന്താ? വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന, അവർക്ക് അവകാശങ്ങളുണ്ട്, മിസ്ലുല്ലദി അലൈഹിന്ന, അവരുടെ മേൽ ബാധ്യതകൾ ഉള്ളതുപോലെ, ബിൽ മഅറൂഫ്, ഉറുഫൻ എന്ന നിലക്ക്, നാട്ടു നടപ്പനുസരിച്ച്. അടുത്തത് അത്താജിറു, കച്ചവടക്കാരൻ, യഅ്ദിലു, നീതി കാണിക്കണം, ലിൽ മുഷ്തരി, കസ്റ്റമറോട്. അതിനുള്ള തെളിവ് വഔഫു, നിങ്ങൾ പൂർത്തിയാക്കുക, അൽ ഖൈല, അളവിനെ, ഇദാ കിൽതും, നിങ്ങൾ അളന്നാൽ, വസിനു, നിങ്ങൾ തൂക്കുക, ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരായ ത്രാസ് കൊണ്ട് നിങ്ങൾ തൂക്കുക. അടുത്തത് അല്ലാലിമു, അക്രമി, ഗൈറു മുഫ്ലിഹിൻ, വിജയിക്കുകയില്ല എന്നതിന്റെ തെളിവ്. ഇന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു, ലാ യുഫ്ലിഹു, വിജയിപ്പിക്കുകയില്ല, അല്ലാലിമൂൻ, അക്രമികളെ. നുകമ്മിലു, നമുക്ക് പൂർത്തിയാക്കാം. യാ ഇബാദി ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി വജഅൽതുഹു മുഹറമൻ ബൈനകും ഫലാ തദ്ലിമു. അടുത്തത് വഔഫുൽ കൈല ഇദാ കിൽതും വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. നക്തുബുൽ മഅന, നമുക്ക് അർത്ഥം എഴുതാം. ഇസാഅത്തുൻ, ഉപദ്രവം. നുഹ്ലുൻ, ദാനം ചെയ്യൽ. മുഫ്ലിസുൻ, പാപ്പരൻ. അദിലുൻ, നീതി. ഖിസ്താസുൻ, ത്രാസ്. റഅയ്യത്തുൻ, പ്രജകൾ.